വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന് കാര്യവട്ടം വേദിയാകില്ല. ബംഗളൂരുവിലെ മത്സരങ്ങളും മുംബൈയിലേക്ക് മാറ്റി. സെമി ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ മുംബൈയിലാണ് നടക്കുക. വാർത്തയുടെ വിശദാംശങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ, വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് തിരുവനന്തപുരത്ത് എത്തുന്നു എന്നത് KCLന് പിന്നാലെ ഒരു ഇരട്ടി സന്തോഷമായാണ് കരുതിയിരുന്നത്. ഇപ്പോൾ വേദി മാറ്റിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ബാംഗ്ലൂരുവിലെ മത്സരങ്ങളും മറ്റൊരു വേദിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്താണ് ഈ തീരുമാനത്തിന് പിന്നിൽ? മറ്റ് വിശദാംശങ്ങൾ. തീർച്ചയായും കാര്യവട്ടത്ത് നേരത്തെ വനിതാ ലോകകപ്പ് മത്സരങ്ങൾ നടത്തുമെന്ന ഒരു റിപ്പോർട്ടുകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. വലിയ പ്രതീക്ഷയും വലിയ ആരാധകരെല്ലാം തന്നെ വലിയ സന്തോഷം ഉണ്ടാക്കിയ ഒരു വാർത്തയായിരുന്നു അത്. പക്ഷേ ഇപ്പോൾ ഔദ്യോഗികമായി വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന്റെ ഫിക്ചർ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതിലാണ് ഇപ്പോൾ കാര്യവട്ടമില്ല. ബംഗളൂരുവിലെ മത്സരങ്ങളെല്ലാം തന്നെ നവി മുംബൈയിലേക്ക്, അതായത് മുംബൈയിലേക്ക് മാറ്റിയിരിക്കുകയാണെന്നാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും ഈ ബംഗളൂരുവിലെ മത്സരങ്ങൾ മറ്റ് സ്റ്റേഡിയങ്ങളിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. അതിൽ കൂടുതൽ മത്സരങ്ങളും മുംബൈയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ഔദ്യോഗികമായി ലോകകപ്പിന്റെ ഫിക്ചർ ഇപ്പോൾ BCCI ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടുണ്ട്. എന്തായാലും ഉദ്ഘാടനത്തിനടക്കം കാര്യവട്ടം വേദിയാകുമെന്നതായിരുന്നു നേരത്തെ അറിഞ്ഞിരുന്ന ഒരു കാര്യം. എന്തായാലും നിലവിൽ കാര്യവട്ടത്ത് മത്സരം നടക്കില്ല എന്നതാണ് ഇപ്പോൾ ഈ ഫിക്ചറിൽ നിന്നും വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഗുവാഹത്തിയാണ് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ഉദ്ഘാടന മത്സരത്തിന് വേദിയാകുന്നത്. കൂടാതെ വിശാഖപട്ടണം, മുംബൈ, ഇൻഡോർ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇന്ത്യയുടെ മത്സരങ്ങൾ നടക്കുക. നേരത്തെ ഈ ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സിന്റെ IPL കിരീടാഘോഷവുമായി ബന്ധപ്പെട്ടുണ്ടായ അപകടം, അത് തുടർന്നുണ്ടായ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ മത്സരം അല്ലെങ്കിൽ ആ മത്സരങ്ങളെല്ലാം തന്നെ മാറ്റിവെക്കാൻ തീരുമാനമായത്. നേരത്തെ ഇത് കാര്യവട്ടത്തേക്ക്, ബംഗളൂരുവിലെ മത്സരങ്ങളെല്ലാം തന്നെ കാര്യവട്ടത്തേക്ക് വരും എന്നൊരു കാര്യം അല്ലെങ്കിൽ ആ തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ പൂർണ്ണമായും തള്ളിക്കൊണ്ട് ഇപ്പോൾ ICCയുടെ ഔദ്യോഗികമായൊരു സ്ഥിരീകരണം, അതായത് വേദി മാറ്റിയുള്ള ഒരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കാര്യവട്ടത്തെ മത്സരങ്ങളെല്ലാം തന്നെ, കാര്യവട്ടത്ത് മത്സരമില്ല, ബംഗളൂരിൽ വെച്ച് നടക്കുന്ന മത്സരങ്ങളെല്ലാം തന്നെ മുംബൈയിലേക്ക് മാറ്റിയെന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സെപ്റ്റംബർ 30 മുതൽ നവംബർ 2 വരെ 8 ടീമുകളാണ് 5 വേദികളിലായി മത്സരിക്കുക. പാകിസ്ഥാന്റെ മത്സരങ്ങൾ ശ്രീലങ്കയിലാണ് നടക്കുക. എന്തായാലും ശ്രീലങ്കയിൽ കൊളംബോയിൽ വെച്ചാണ് നടക്കുക. എന്തായാലും മലയാളികളെ സംബന്ധിച്ച് വളരെ നിരാശാജനകമായ ഒരു വാർത്ത തന്നെയാണ്. എന്തായാലും കാര്യവട്ടത്ത് മത്സരമില്ല എന്നുള്ളത് വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് ആരാധകരെല്ലാം തന്നെ കാര്യവട്ടത്ത് ഒരു ലോകകപ്പ് മത്സരത്തിന് കാര്യവട്ടം വേദിയാകുമെന്ന വാർത്തകളും റിപ്പോർട്ടുകളെല്ലാം തന്നെ കണ്ടത്. എന്തായാലും ഔദ്യോഗികമായി ICC ഇപ്പോൾ വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന്റെ ഫിക്ചർ പുറത്തുവിട്ടിരിക്കുന്നു. വേദികളുടെ വിശദാംശങ്ങൾ എല്ലാം തന്നെ പുറത്തുവിട്ടതിൽ ഇപ്പോൾ ഉള്ളത് ബംഗളൂരുവിലെ മത്സരങ്ങൾ കാര്യവട്ടത്തല്ല നടക്കുക, മുംബൈയിലാണ് നടക്കുക എന്നതാണ്. അതുല്യ. ശരി ഉണ്ണികൃഷ്ണൻ, വനിതാ ലോകകപ്പ് ക്രിക്കറ്റിന് കേരളം വേദിയാകുന്നു എന്നത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയുണർത്തിയ ഒരു കാര്യമായിരുന്നു, വലിയ ആവേശമുയർത്തിയ ഒരു കാര്യമായിരുന്നു. എന്തായാലും ഇപ്പോൾ ഇതിൻ്റെ ഫിക്സ്ചർ പുറത്തു വന്നപ്പോൾ, മത്സരക്രമം പുറത്തുവിട്ടപ്പോഴാണ് അതിൽ കേരളം വേദിയായിട്ടില്ല എന്ന കാര്യം മനസ്സിലാകുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ICC പുറത്തുവിട്ട ഫിക്സ്ചറിൽ ചിന്നസ്വാമി സ്റ്റേഡിയം, ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ മത്സരങ്ങളും ഇല്ല. അവയെല്ലാം തന്നെ നവി മുംബൈയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പാകിസ്ഥാൻ യോഗ്യത നേടുകയാണെങ്കിൽ പാകിസ്ഥാന്റെ മത്സരങ്ങൾ ശ്രീലങ്കയിലെ കൊളംബോയിൽ വെച്ചായിരിക്കും നടക്കുക, ഇന്ത്യയിൽ വെച്ചായിരിക്കില്ല എന്നതും പറയുന്നുണ്ട്. ഇന്ത്യ ശ്രീലങ്ക ആദ്യ മത്സരം ഗുവാഹത്തിയിൽ നടക്കും. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ഉണ്ണികൃഷ്ണനാണ്.